ക്രോസ് വാലിഡേഷൻ. ക്രോസ് വാലിഡേഷൻ നമുക്ക് എന്താണ് another sampling technique that splits the dataset into truth, training and testing subset. A training subset ആക്കി മാറ്റുന്നതാണ് എന്ത് ക്രോസ് വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. So the idea is to train the model of one subset and test it on another one to measure its performance on unseen data. അതായത് നമ്മളുള്ള ഡാറ്റാസെറ്റിൽ തന്നെ നമുക്ക് എന്ത് അൺസീൻ ഡാറ്റയെയും ട്രെയിനിങ് ഡാറ്റാസെറ്റിനെ നമുക്ക് കണ്ടുപിടിക്കാനാണ്. സോ ഇത് നോക്കുകയാണെങ്കിൽ ഓറഞ്ച് ഡോട്ട്സ് ടെസ്റ്റിംഗ് സെറ്റും ട്രെയിനിങ് ഡാറ്റ സെറ്റ് നമുക്ക് ആ ബ്ലൂ ഡോട്ട് ആക്കി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ വൈ വി നീഡ് ക്രോസ് വാലിഡേഷൻ ഫോർ ടു എൻഷുർ ദാറ്റ് ദ മോഡൽ പെർഫോംസ് വെൽ ഓൺ അൺസീൻ ഡാറ്റ. അതായത് അൺസീൻ ഡാറ്റ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉള്ള ഡാറ്റ സെറ്റ് വെച്ചിട്ട് ആ മോഡലിനെ ട്രെയിൻ ചെയ്തിട്ട് ആ ഡാറ്റ സെറ്റിലുള്ള പോലത്തെ നമ്മൾ അൺസീൻ ഡാറ്റ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ ഒരു 100 പിക്ചർ എന്ന് വിചാരിച്ചോ, 80 പിക്ചർ വെച്ച് ട്രെയിൻ ചെയ്തു, ബാക്കി 20 പിക്ചർ എന്താണ് അൺസീൻ അല്ലേ. അതായത് ആ ഡാറ്റാ സെറ്റിലുള്ള അൺസീൻ ആണ്, ബട്ട് പുറത്തുള്ള ഡാറ്റാ സെറ്റ് മാത്രമല്ല അൺസീൻ ഡാറ്റ. അതേപോലെ തന്നെ ആ ട്രെയിൻ നോക്കുന്നത് ഒരു 100 എണ്ണത്തിൽ 80 എണ്ണം വെച്ച് ട്രെയിൻ ചെയ്തു, ബാക്കി 20 എണ്ണം എന്താണ് ആ മോഡൽ കണ്ടിട്ടും കൂടി ഇല്ല. അപ്പൊ ആ 20 എണ്ണം വെച്ചിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ എന്താണ് ആ 20 എണ്ണം അൺസീൻ ഡാറ്റയ്ക്ക് മാറി. അപ്പൊ അങ്ങനെ ട്രെയിൻ ചെയ്യുന്ന സംഭവമാണ് എന്ത് ക്രോസ് വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ടു പ്രിവെന്റ് ഓവർഫിറ്റിംഗ് ആൻഡ് ടു സെലക്ട് ദ ബെസ്റ്റ് മോഡൽ among several alternatives. സോ ടൈപ്സ് ഓഫ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 ടൈപ്പ് ഉണ്ട് നമുക്ക്, K-fold ക്രോസ് വാലിഡേഷൻ ആൻഡ് ലീവ് വൺ ഔട്ട് അല്ലെങ്കിൽ ലീവ് പി ഔട്ട് ക്രോസ് വാലിഡേഷൻ. സോ K-fold ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? The dataset is divided into K equal parts known as fold. അതായത് K നമുക്ക് എന്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, 5 ഫോൾഡ് ആയിക്കോട്ടെ, 10 ഫോൾഡ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. And the model is trained on K-1 folds and tested on the remaining 1 fold. എന്നിട്ട് എന്താണ് this process repeated K times so that each fold gets to be tested set once. ആ ടെസ്റ്റ് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ഓരോ ഫോൾഡിനെയും ടെസ്റ്റ് സെറ്റ് ആക്കി മാറ്റുന്നതാണ് പറയുന്നത്. And the final model accuracy is computed as the average of all K test accuracies. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഫോൾഡിൽ, അതായത് ഇപ്പൊ 5 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ വെച്ചിട്ട് K = 5 ആണെന്ന് വിചാരിച്ചത്. ഇവിടെ നമ്മൾ ചെയ്യണം, ഫസ്റ്റത്തെ ഫോൾഡിൽ 0 മുതൽ 2.5 വരെ നമ്മൾ ടെസ്റ്റ് സെറ്റ് ആക്കി മാറ്റി. 2.5 മുതൽ 70.5 വരെ നമ്മൾ എന്ത് ട്രെയിനിങ് ആയിട്ട് മാറ്റി. അങ്ങനെ അടുത്ത ഫോൾഡ് എന്തായി 2.5 മുതൽ 7.5 വരെ ടെസ്റ്റ് സെറ്റ് ആക്കി, ബാക്കിയുള്ളതൊക്കെ ട്രെയിനിങ് ആക്കി. ഇത് കണ്ട ഓരോ പാർട്ട്, അതായത് ഫസ്റ്റത്തേല് ഈ പാർട്ട്, സെക്കൻഡിൽ ഈ പാർട്ട്, തേർഡിൽ ഈ പാർട്ട്, ഫോർത്തിൽ ഈ പാർട്ട്, ഫിഫ്തിൽ ഈ പാർട്ട്. അപ്പൊ എന്തായി എല്ലാ ഡാറ്റ, അതായത് ആ ഡാറ്റ സെറ്റിലുള്ള എല്ലാ എക്സാമ്പിൾസും നമ്മൾ ടെസ്റ്റ് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ ഡാറ്റ സെറ്റ് ഈസ് ഡിവൈഡ് ഇൻടു 5 ഫോൾഡ്സ്, 5 ഫോൾഡ് ആക്കി നമുക്ക് ക്ലാസിഫൈ ചെയ്തു. ഈച്ച് ഫോൾഡ്, അതായത് റോ, റെപ്രസെന്റ്സ് 1 complete iteration of training and testing set. So the blue dot represents the training data in that iteration and the orange dot represents the testing data in that iteration. So every data point serves as a test sample exactly once, ensuring a fair evaluation. കണ്ട ഇവിടെ ടെസ്റ്റ് സെറ്റ് ആക്കിയിട്ട് ഇത് മാറ്റി, ഇവിടെ ഇത് മാറ്റി, ഇവിടെ ഇത് മാറ്റി, 4ലും 5ലും അങ്ങനെ മാറ്റി കൊണ്ടുപോയി. അപ്പൊ എന്താണ് ഓരോ സാമ്പിൾസും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ടെസ്റ്റ് സെറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് എന്ത് 5 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ. ഇത് നോക്കുകയാണെങ്കിൽ ഇത് കണ്ട F1, F2, F3, F4, F5 ഇതിനെ നമ്മൾ 5 എണ്ണാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് F1, F2, F3, F4, F5. ഫസ്റ്റത്തേൽ എന്താണ് F1 ആക്കി നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യും, രണ്ടാമത്തേതില് F2 ആക്കി, മൂന്നാമത്തേതിൽ F3 ആക്കി, നാലാമത്തേതിൽ F4, അഞ്ചാമത്തേതിൽ F5 ആണ്. അപ്പൊ എന്താണ് ഓരോ ഇറ്ററേഷനിലും ഓരോ ഫോൾഡിനെ നമ്മൾ ടെസ്റ്റിംഗ് ഫോൾഡ് ആക്കി മാറ്റി, ബാക്കിയുള്ളതിനൊക്കെ ട്രെയിനിങ് ഫോൾഡ് ആക്കി മാറ്റി. So after all 5 iterations, every data point is tested once and the overall accuracy is the mean of the 5 test accuracies. So this provides a more reliable and unbiased estimation of the model's performance than a single train test split. A single train test split കാട്ടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡലിന്റെ ആക്യുറസിയും അതേപോലെ തന്നെ അൺബയസ്ഡ് ആൻഡ് റിലയബിലിറ്റി കൂട്ടാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ അടുത്തൊരു ഇതാണ് ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ. ഒന്നെങ്കിൽ ഇങ്ങനെ പറയാം, അതേപോലെ ലീവ് പി ഔട്ട് ക്രോസ് വാലിഡേഷൻ എന്ന് പറയാം. ഇവിടെ പിന് പകരം ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പി ആണ് ശരിക്കും വേണ്ടത്. സോ ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ മെയിൻ ടോപ്പിക് ഉണ്ട്, ബട്ട് ലീവ് പി ഔട്ട് ക്രോസ് വാലിഡേഷന്റെ ഒരു കേസാണ് ഈ സംഭവം.
ലീവ് പി ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നത് വിചാരിച്ചോ. ഈ ലീവ് വൺ ഔട്ട് ക്രോസ് വാല്യൂഷൻ എന്ന് പറയാം. സോ ലീവ് വൺ ഔട്ട് ക്രോസ് വാല്യൂഷൻ is special case of K4 cross validation where K is equal to n. അപ്പോൾ each sample is used once as the test set. അതായത് ഓരോ സാമ്പിളും ഈച്ച് സാമ്പിൾ എന്ന് കേട്ടാ, അതായത് 10 സാമ്പിൾ ഉണ്ടെങ്കിൽ 10ഉം ഓരോ പ്രാവശ്യമെങ്കിലും ടെസ്റ്റ് സെറ്റ് ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ആൻഡ് ഓൾ ദ റിമൈനിങ് സാമ്പിൾസ് ആർ യൂസ് ഫോർ ട്രെയിനിങ്. സോ the process repeats n times giving the n test result. So this method is very accurate but computation expensive for large data sets. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ നോക്കിയാൽ ഫസ്റ്റത്തെ ഇറ്ററേഷനിൽ ഫസ്റ്റത്തെ സാധനമായി എന്ത് സീറോത്തെ എലമെന്റ് ആണ് എന്ത് ഇത് കൊടുത്ത ടെസ്റ്റ് സെറ്റ് ആക്കി കൊടുത്തത്. അപ്പോൾ അതിപ്പോ ഫസ്റ്റത്തെ അതേപോലെ തന്നെ ഫസ്റ്റത്തെ ഇറ്ററേഷനിൽ അങ്ങനെ, സെക്കൻഡ് ഇറ്ററേഷനിൽ എങ്ങനെയായിരുന്നു ഫസ്റ്റ് പോയിന്റ് ആണ് എന്താ ടെസ്റ്റ് സെറ്റ് ആക്കി കൊടുത്തത്. തേർഡ് ഇറ്ററേഷനിൽ സെക്കൻഡ്, ഫോർത്തില് തേർഡ്, ഫിഫ്തില് 4, സിക്സ്തില് 5, സെവൻത്തില് 6, എയ്ത്തില് 7, നയൻത്തില് 8, 10ല് 9th ആയിട്ടാണ് കൊടുത്തു നോക്കണം. കാരണം എന്താണ് 0, 1, 1, 2, 3, 4, 5, 6, 7, 8, 9, അതായത് 10 സാമ്പിൾസ് ഉണ്ടെങ്കിൽ 10ഉം ഓരോ പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്തു ടെസ്റ്റ് സെറ്റ് ആക്കിയിട്ട് കൊടുത്തു. മറ്റോടത്ത് എന്തായിരുന്നു മറ്റോടത്ത് ഡിഫറൻസ്, ഇതിലും മറ്റോടത്തും ഡിഫറൻസ് എന്തായിരുന്നേ, ഇവിടെ ഒരു സാമ്പിൾ മാത്രമാണ് എന്തായിട്ട് കൊടുക്കണുള്ളൂ ടെസ്റ്റ് സെറ്റ് ആക്കി കൊടുക്കണുള്ളൂ. മറ്റോടത്ത് ഒരു ഫോൾഡ് ആയിരുന്നു ഇവിടെ ടെസ്റ്റ് സെറ്റ് ആക്കി കൊടുക്കണം. ഇത് കണ്ട ഓരോ ഫോൾഡ് ആണ് ടെസ്റ്റ് സെറ്റ് ആക്കി കൊടുക്കണം. ഇവിടെ ആകുമ്പോൾ ഒറ്റ സാമ്പിൾ ആണ് കൊടുക്കണുള്ളൂ. അതാണ് ഇതിന്റെ മെയിൻ ഡിഫറൻസ് കേട്ടോ. സോ ലീവ് വൺ ഔട്ട് ക്രോസ് വാല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനെയും ട്രെയിനിങ് സെറ്റ് ആയിട്ട് കൊടുക്കുക. ആ ഒരെണ്ണം മാറ്റി വെച്ചാൽ ടെസ്റ്റിംഗ് സെറ്റ് ആക്കി കൊടുക്കുക. ലീവ് പി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോ ലീവ് പി ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ആക്കാം. പി 1 ആവാം, 2 ആവാം, 3 ആവാം. ലീവ് 2 ഔട്ട് ക്രോസ് വാല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ആദ്യത്തെ 2 മാറ്റി നിർത്തിയിട്ട് ബാക്കിയെല്ലാം ട്രെയിനിങ് കൊടുത്തു. പിന്നെ എന്താ ചെയ്യുക, ഇവിടുത്തെ 2 പിന്നെ അങ്ങനെ 2 വെച്ചിട്ട് 3 ആണ് ഇങ്ങനെ, 4 ആണ് ഇങ്ങനെ, 5 ആണ് ഇങ്ങനെ. ഇതൊക്കെയാണ് എന്ത് ക്രോസ് വാല്യൂഷന്റെ ഒരു മെയിൻ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആപ്ലിക്കേഷൻ എവിടെ യൂസ് ചെയ്യുക, കമ്പയറിംഗ് പെർഫോമൻസ് ഓൺ ഡിഫറെന്റ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്, hyperparameter tuning and model selection, evaluating models in medical and biological datasets with limited spaces. സോ ഇതിലാണ് നമ്മൾ കമ്പാരിസൺ പറഞ്ഞാൽ എന്താണ്, ബൂട്ട് സ്ട്രാപ്പിംഗിൽ വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. കാരണം എന്താണ്, റിപ്പീറ്റഡ് ഡാറ്റ അവിടെ സപ്പോർട്ട് ചെയ്യും. ക്രോസ് വാല്യൂഷൻ റിപ്പീറ്റഡ് സപ്പോർട്ട് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് എന്ത് ക്രോസ് വാല്യൂഷനിൽ. അതാണ് മെയിൻ പോയിന്റ്. ഇതാണ് ഒരു മെയിൻ പോയിന്റ് ചെയ്തത് നമ്മുടെ കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ. കാരണം ക്രോസ് വാല്യൂഷനിൽ നമ്മൾ ഓരോ ഡാറ്റേനെയും വൺസ് ആണ് എടുക്കണുള്ളൂ ടെസ്റ്റ് സെറ്റ് ആക്കിയിട്ട്. അതുകൊണ്ട് എന്താണ് റിപ്പീറ്റേഷൻ വരില്ല. ആൻഡ് പർപ്പസ് നോക്കുകയാണെങ്കിൽ എന്താണ്, സ്റ്റെബിലിറ്റി ആൻഡ് അൺസർട്ടനിറ്റി മോഡൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ് ജനറലൈസേഷൻ ആണ് മെഷർ ചെയ്യുക. പിന്നെ ബയസ് വേരിയൻസ് ട്രേഡ് ഓഫിൽ ഹയർ വേരിയൻസ് ആണ് ബട്ട് ലോവർ ബയസ് ആണ്. ഹയർ വേരിയൻസ് ഉണ്ടാവാൻ കാരണം എന്താണ്, വിത്ത് റീപ്ലേസ്മെന്റ് ഉള്ളതുകൊണ്ട്. കാരണം ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ വരുന്നില്ലേ, അതുകൊണ്ട്. ഇവിടെ ആകുമ്പോൾ ഒരു മോഡറേറ്റ് ബാലൻസ് ആണ് ട്രേഡ് ഓഫ്. ഇവിടെ എന്താണ് ഡാറ്റ റിക്വയർമെന്റ്സ് എന്താണ്, അതായത് സ്മോൾ ഡാറ്റ സെറ്റിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യും. മറ്റൊരു മോഡറേറ്റ് ടു ലാർജ് ഡാറ്റ സെറ്റ്സ് ആണ് മെയിൻ ആയിട്ട് പെർഫോം ചെയ്യുക. പിന്നെ കമ്പ്യൂട്ടേഷനലി ഫാസ്റ്റ് ആണ്, ഇവിടെ മോർ എക്സ്പെൻസീവ് ആണ്. കാരണം എന്താണ്, ഇവിടെ ഓരോ ഡാറ്റ സെറ്റും അതായത് ഓരോ മോഡലും അതായത് 10 ലീവ് വൺ ക്രോസ് വാല്യൂഷൻ ആണെങ്കിൽ 10 പ്രാവശ്യം ട്രെയിൻ ചെയ്യുന്നെങ്കിൽ 10 പ്രാവശ്യം മോഡലും ട്രെയിൻ ചെയ്യാമല്ലോ. മറ്റോടത്ത് എന്താണ് 10 പ്രാവശ്യം ട്രെയിൻ ചെയ്താൽ മതി, ഫാസ്റ്റ് ആൻഡ് സിമ്പിൾ ആയതുകൊണ്ട്. മറ്റോടത്ത് എന്താണ് മോർ എക്സ്പെൻസീവ് ഡ്യൂ ടു റിപ്പീറ്റഡ് മോഡൽ ട്രെയിനിങ്. വെൻ ടു യൂസ്, ഐഡിയൽ വെൻ limited data is available and confidence intervals are to be estimated. ഇവിടെ എന്താണ് ഐഡിയൽ വെൻ യു ആർ need reliable model performance estimation or are comparing multiple models. So both bootstrapping and cross validation are essential techniques in model evaluation, but bootstrapping helps us estimate confidence intervals and model stability when the data is scarce. അതായത് സ്കാർസ് ആയിട്ടുള്ള ഡാറ്റാസ് വരുമ്പോൾ നമുക്ക് മോഡൽ ബൂട്ട്സ്ട്രാപ്പിംഗ് യൂസ് ചെയ്യാനാണ്. while cross validation ensures reliable performance estimation on unseen data. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബൂട്ട്സ്ട്രാപ്പിംഗ് ആൻഡ് ക്രോസ് വാലിഡേഷൻ എന്ന ടോപ്പിക് കഴിഞ്ഞു. അടുത്തൊരു ഇതിൽ നമുക്ക് ഭാഗമായിട്ടുള്ള അൽഗോരിതംസും അതേപോലെ തന്നെ ആക്ടിവേഷൻ ഒക്കെ പഠിക്കാനാണ്.